നമസ്കാരം. വിഷൻ 24 വാർത്തകളിലേക്ക് സ്വാഗതം. സ്നേഹം, ജനാധിപത്യം, സഹിഷ്ണുത, മതേതരത്വം, സഹവർത്തിത്വം എന്നിങ്ങനെ പലതും കൈമോശം വന്നു പോകുന്ന വർത്തമാന യുഗത്തിൽ ഇതിനെ ചെറുക്കാൻ പരസ്പര സ്നേഹത്തിൽ ഊന്നി നിൽക്കുക എന്ന പ്രതിവിധി മാത്രമേ മുന്നിലുള്ളൂ എന്ന തിരിച്ചറിവിൽ അത്തരത്തിൽ ചിന്തിക്കുന്നവരുടെ കൂട്ടായ്മയ്ക്കായി കുറ്റ്യാടി ഒരുങ്ങുന്നു. പ്രിയപ്പെട്ടവരെ, കുറ്റ്യാടിയുടെ സാംസ്കാരിക ഭൂമിയിൽ മറ്റൊരു സാംസ്കാരിക വേദി പിറവിയെടുക്കുകയാണ്. സബർമതി എന്ന പേരിലാണ് കുറ്റ്യാടിയിൽ ജനാധിപത്യ വിശ്വാസികളെയും അതുപോലെ തന്നെ മതേതര മനസ്സുകളെയും ഒരുമിപ്പിച്ചുകൊണ്ട് സബർമതിയുടെ പേരിൽ സാംസ്കാരിക വേദി എന്ന പേരിൽ തന്നെ ഒരു സാംസ്കാരിക കൂട്ടായ്മ കുറ്റ്യാടിയിൽ ഈ ജനുവരി 26 റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് ഭാരതീയം 25 പേരിൽ തന്നെ ഒരു സാംസ്കാരിക പ്രോഗ്രാം കുറ്റ്യാടി MIUP സ്കൂൾ വെച്ചുകൊണ്ട് നടത്തുകയാണ്. ഈ പ്രോഗ്രാമിൽ വളരെ പ്രഗത്ഭരായ കേരളത്തിൽ അറിയപ്പെടുന്ന വാഗ്മികൾ ഇതിൽ പങ്കെടുക്കുകയാണ്. അതിൽ കൽപ്പറ്റ നാരായണ മാഷുണ്ട്, അതോടൊപ്പം തന്നെ P. ഹരീന്ദ്രനാഥ്, KNA ഖാദർ, ഡോക്ടർ ഹരിപ്രിയ, അതുപോലെ തന്നെ നമ്മുടെ മുൻ MLA ആയ പാറക്കൽ അബ്ദുള്ള, ഷാഫി പറമ്പിൽ MP ആ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യും. മറ്റ് പ്രദേശങ്ങൾക്കൊന്നുമില്ലാത്തൊരു പ്രത്യേകത കുറ്റ്യാടിക്കുണ്ട്. കുറ്റ്യാടിയുടെ ജനാധിപത്യ ബോധം, മതേതര സ്വഭാവം, പിന്നെ സ്നേഹം, പരസ്പര സ്നേഹം, ഇതൊക്കെ കുറ്റ്യാടിയുടെ ഒരു പ്രത്യേകതയായിട്ട് നമുക്ക് കാണാം. ആ സമയത്താണ് കുറ്റ്യാടിയുടെ ചില ചിത്രശക്തികൾ തലപൊക്കുന്നുണ്ടോ എന്നുള്ള സംശയം ഞങ്ങൾക്കുണ്ടാവുകയും അതിനെ ചെറുത്തു നിൽക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് സബർമതിക്ക് ഞങ്ങൾ തുടക്കമിടുന്നത്. ഏതായാലും ഈ കൂട്ടായ്മയിൽ മനുഷ്യസ്നേഹികളുടെ മാത്രം ഒരു ഒത്തുചേരലാണെന്ന് മാത്രം പറയുന്നു. എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് ഞങ്ങൾ ഹാർദമായി സ്വാഗതം ചെയ്യുക. സാംസ്കാരിക പ്രവർത്തനം എന്നും ഒരു നല്ല രാഷ്ട്രീയ പ്രവർത്തനമാണ്. രാഷ്ട്രീയ പ്രവർത്തനം രാഷ്ട്രത്തെ സംബന്ധിക്കുന്ന പ്രവർത്തനമാണ്. അതിനുള്ള ഒരു നല്ല തുടക്കം എന്ന നിലയിൽ സബർമതി സാംസ്കാരിക സമിതി ജനുവരി 26 കുറ്റ്യാടിയിൽ ആരംഭിക്കുകയാണ്. ഒരുപാട് പ്രഗത്ഭരായ വാഗ്മികളും സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ നേതാക്കളും ഇവിടെ വന്ന് ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. അതിൽ എല്ലാ ആൾക്കാരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. രാവിലെ 10 മണിക്ക് ഷാഫി പറമ്പിൽ MP ഉദ്ഘാടനം ചെയ്യുന്നതോടുകൂടി തന്നെ ഈ പരിപാടിക്ക് തുടക്കം കുറിക്കും. പിന്നെ നമ്മുടെ കേരളത്തിൽ തന്നെ ഏറെ ശ്രദ്ധേയരായ ഗാന്ധി ചിന്തകനും ഗാന്ധിയൻ ആശയങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഹരീന്ദ്രനാഥ് സാറിൻ്റെയും കൽപ്പറ്റ നാരായണ സാറിൻ്റെയും ഹരിപ്രിയയുടെയും ഉച്ചയ്ക്ക് ശേഷം KNA ഖാദറുടെയും ഒക്കെ തന്നെ വിവിധ വിഷയങ്ങളിലൂന്നിയിട്ടുള്ള പ്രഭാഷണങ്ങളാണ്. 300ഓളം പ്രതിനിധികൾ, 300-ലധികം പ്രതിനിധികൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഈ ഒരു പരിപാടിയായിട്ട് ഇതിനകം രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ട്, പൂർത്തീകരിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പറഞ്ഞതുപോലെ അതിൻ്റെ ഇടയിലുള്ള പരിപാടി എന്ന് വെച്ചാൽ ഈ പരിപാടി നടക്കുമ്പോൾ തന്നെ ദേശഭക്തി ഗാനങ്ങളും മലയാളം കവിത ചിത്രപ്രദർശനങ്ങളൊക്കെ തന്നെ ഒരു ഭാഗത്ത് നടക്കും. എന്തു തന്നെയായാലും കുറ്റ്യാടി ഇതുവരെ കാണാത്ത തരത്തിലുള്ള സാംസ്കാരിക മുന്നേറ്റത്തിനായിരിക്കും ഭാരതീയം 25 തുടക്കമിടുക എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കുറ്റ്യാടി MIUP സ്കൂളിലാണ് ആശയ സംവാദങ്ങളുടെ പുതുകാലത്തിനായി നാട് ഒന്നാകെ ഒത്തുചേരുന്നത്. 26 ഞായറാഴ്ച രാവിലെ 10 മണിക്ക് ഷാഫി പറമ്പിൽ MP ഉദ്ഘാടനം ചെയ്യും. മുൻ MLA പാറക്കൽ അബ്ദുള്ള മുഖ്യ അതിഥിയാവും. ചടങ്ങിൽ PCI ദേശീയ ജേർണലിസം എക്സലൻസ് അവാർഡ് ജേതാവും മാതൃഭൂമി സീനിയർ റിപ്പോർട്ടറുമായ AK ശ്രീജിത്തിനെ അനുമോദിക്കും. 11 മണിക്ക് അഹിംസയുടെ ചരിത്രം എന്ന വിഷയത്തിൽ കൽപ്പറ്റ നാരായണനും, 12 മണിക്ക് ഗാന്ധിയൻ മതനിരപേക്ഷത വർത്തമാന ഇന്ത്യയിൽ എന്ന വിഷയത്തിൽ P. ഹരീന്ദ്രനാഥും, 2 മണിക്ക് സ്ത്രീ, സമൂഹം, സ്വാതന്ത്ര്യം, ഭരണഘടന എന്ന വിഷയത്തിൽ ഡോക്ടർ M. ഹരിപ്രിയയും, 3:30 ഭരണഘടനയും വെല്ലുവിളികളും എന്ന വിഷയത്തിൽ പ്രൊഫസർ KNA ഖാദറും സംവദിക്കും. കുറ്റ്യാടിയിൽ സാംസ്കാരിക ചരിത്രത്തിൽ സബർമതി സാംസ്കാരിക വേദി സംഘടിപ്പിക്കുന്ന ഭാരതീയം 25 മറ്റൊരു കാൽവയ്പായി മാറുമെന്ന് സബർമതി ചെയർമാൻ SJ സജീവ് കുമാർ, കൺവീനർ ബാലൻ തളിയിൽ, പ്രോഗ്രാം കോർഡിനേറ്റർ PP ദിനേശൻ, ട്രഷറർ G മണിക്കുട്ടൻ,
AK ഷിംന, KK സന്തോഷ്, സിദ്ധാർത്ഥ നെരിക്കൂട്ടുംചാൽ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു.